the new generation that is coming up. യഹൂദ പാരമ്പര്യത്തിൽ എഴുതപ്പെട്ട അന്നത്തെ കൾച്ചറിൽ എഴുതപ്പെട്ട തിരുവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഭാഷകളും ഇമോഷനുകളും മനസ്സിലാക്കിയിരിക്കണം. You know, this Bible which is written in the way back, if the today's generation needs to understand it, we need to teach it to them in their language, in their emotions, in the way they understand it. നമുക്കറിയാം ഈസ്റ്റേൺ കൾച്ചറിലും ഏഷ്യൻ കൾച്ചറിന്റെ പലയിടങ്ങളിലും ഫാദർ എന്ന് പറയപ്പെടുന്നത് പ്രൊട്ടക്ടർ ആണ്, പ്രൊവൈഡർ ആണ്. You know, in the Eastern culture, father is the protector, is the provider, is very important. അപ്പൊ ആ ഒരു കൾച്ചർ മനസ്സിലാക്കിയാണ് കർത്താവ് ഈ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നത്. ഓ ഹെവൻലി ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. God the Father understands this, and that is why he's teaching his disciples this prayer. എന്നാൽ പാപ്പനംഗുനിയിലെ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മിഷണറിമാർക്ക് ഈ പ്രാർത്ഥന ട്രാൻസ്ലേറ്റ് ചെയ്യണം. Yeah, but this Bible translation, Papua New Guinea, they want to translate this word. അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹെവൻലി ഫാദർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് പിടികിട്ടത്തില്ല. If you say Heavenly Father, these tribals, they don't know what is that. കാരണം അവരുടെ ഇടയിൽ അവരുടെ ഫാദർമാർ അല്ലെങ്കിൽ അപ്പന്മാര് സ്ട്രേഞ്ചേഴ്സ് ആണ്. You know, because for them, they don't know who their father is. Their father are strangers. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആങ്ങളെയാണ്, അമ്മാച്ചനാണ്. You know, the mother's brother or the uncle takes care of the family. അതുകൊണ്ട് അവർക്ക് അവരോട് ഈ പ്രൊട്ടക്ടർ, പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്ന ഇമോഷൻ, അവർക്ക് വരുന്ന ഐഡിയ എന്ന് പറയപ്പെടുന്ന അവരുടെ പ്രൊട്ടക്ടർ എന്ന് പറയപ്പെടുന്നത് അങ്കിളാണ്. For them, their protector, their provider is the uncle. If you tell them father, they won't understand it. അവർക്ക് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡർ അല്ല, പ്രൊട്ടക്ടർ അല്ല. For them, the father is not the provider, father is not the protector. എന്നാൽ ചൈനയിലെ ഒരു ട്രൈബൽസിന്റെ ഇടയിൽ പാമ്പാണ് അവരുടെ പ്രഥമ ആഹാരം. But if you go to China, snake is their delicacy. അവർക്ക് മീനിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം പാമ്പാണ്. The snake is a bigger delicacy than the fish. അതുകൊണ്ട് ബൈബിൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പദത്തിൽ പറഞ്ഞാൽ അവർക്ക് ക്ലിക്ക് ചെയ്യത്തില്ല. But if you translate it the way the Bible translates, it won't click them. അതിന്റെ അർത്ഥം നല്ലത് ചോദിച്ചാൽ ദൈവം ഒരിക്കലും ദോഷമായത് തരത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. What it means is if you ask something good, God will not give you something bad. ചിലയിടങ്ങളിൽ കൃഷിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് പന്നിയെയാണ്. You know, some people they sacrifice the pig for the farming. എന്നാൽ യഹൂദ കൾച്ചറിൽ നമുക്കറിയാം അവിടെ ആടിനാണ് സാക്രിഫൈസ് കൊടുക്കുന്നത്, ആടിനെയാണ്. In the Jewish culture they sacrifice the lamb. എന്നാൽ ചില കൾച്ചറുകളിൽ കൃഷികളുടെ അനുഗ്രഹത്തിന് വേണ്ടി പന്നിയെ സാക്രിഫൈസ് ചെയ്യും. Some places they sacrifice the pig for the blessing of the crop. അതുകൊണ്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മിഷണറിമാരെ ആ ട്രൈബൽസിന്റെ ഇടയിൽ ചെയ്യുമ്പോൾ സാക്രിഫിഷ്യൽ ലാംബ് എന്ന് പറയുമ്പോൾ സാക്രിഫിഷ്യൽ പിഗ് എന്ന് പറയും. But when the missionaries go to these tribal, we will say a sacrificial lamb or will they say a sacrificial pig?